ഹായ് ഹലോ നമസ്കാരം, അഞ്ജുസാണ്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. തിരുനക്കര അമ്പലമാണ്. അപ്പോൾ അക്കുമോൻ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടയത്ത് വന്നതായിരുന്നു. അപ്പോൾ ഞാനും അവനും കൂടിയാണ് വന്നേ. അപ്പോൾ അവനെ കോമ്പറ്റീഷന് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ സ്കൂളിൽ നിന്നും മിക്ക സ്കൂളുകളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കോട്ടയത്തായിരുന്നു. അപ്പം അവനെ ഞാൻ കോമ്പറ്റീഷന് ഇരുത്തി. 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ കുട്ടികളുടെ ഒരു പാർക്ക് കണ്ടു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്നാൽ 2 മണിക്കൂർ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ പേരൻസും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ചേട്ടന്മാരൊക്കെ ചേച്ചിമാരും ഒക്കെ ആയിരിക്കും കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരും അവിടെ ഇങ്ങനെ എന്നെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്കിന്ന് ഹോട്ടലില്ലായിരുന്നു. ഞാൻ പോരുന്നതുകൊണ്ട് ഇപ്പോൾ അവനെയും കൊണ്ട് പോരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഹോട്ടൽ വെച്ചില്ല. അവൻ സാമാന്യം നന്നായിട്ട് പടം വരയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ മാക്സിമം നമ്മൾ അറിയുന്നിടത്തൊക്കെ കൊണ്ടുപോകും. ഒത്തിരി ചെറുപ്പം തൊട്ടേ പെൻസിൽ പിടിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് അവൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻ എല്ലാം ചേരും. പിന്നെ അങ്ങനെയൊക്കെ അവന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട്. സ്റ്റേറ്റിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് 4th പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആൾക്ക് നന്നായിട്ട് ഏകദേശം വരയ്ക്കുമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. പക്ഷേ ഇതുവരെ ഒന്ന് പഠിക്കാൻ വിടാൻ പറ്റിയിട്ടില്ല. ഒന്ന് പ്രൊഫഷണലായിട്ടൊന്ന് പഠിക്കാൻ വിടണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. നമ്മളിവിടെയൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിതുവരെ വിടാൻ പറ്റിയിട്ടില്ല. ഇനി ഒന്ന് വിടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർക്ക് ആ ഒരു സെലക്ഷൻ കിട്ടി. ഇപ്പം നമുക്ക് സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കൂളിൽ ഒരു മാഗസീൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് മാഗസീനിലേക്കും പ്രിഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവൻ്റെ ആ ഒരു ഡ്രോയിങ്ങും അപ്പോൾ അവൻ അവിടെ കിട്ടിയ തീം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ഇൻ എ ബാസ്ക്കറ്റ് എന്ന് പറയുന്നൊരു തീമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് എൻ്റെ മോനത് വരയ്ക്കുമെന്ന് അവരവിടെ പറയുന്നത് ഞാനിങ്ങനെ കേട്ട് അപ്പം ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്. പക്ഷെ അവനത് നന്നായിട്ട് വരച്ചു. അപ്പോൾ അത് അവൻ വീണ്ടും അവൻ്റെ സ്കൂളിലെ മാഗസീനിന് വേണ്ടി വരച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ മാഗസീനിൽ വന്ന ഫോട്ടോയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അവൻ്റെ പേരാണ് ശ്വേതികൃഷ്ണ എന്ന്. അപ്പോൾ ഏകദേശം ആ ഒരു കോമ്പറ്റീഷൻ്റെ ടൈമൊക്കെ കഴിയാറായി. അപ്പോൾ ഞാൻ ചെന്ന് നോക്കി. അന്നേരം അവൻ ഏകദേശം കഴിഞ്ഞിട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കുട്ടികളും കൂടെ കഴിയാനുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം കൂടെ പേരൻസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോകുന്നു. അപ്പോൾ പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ആൾ 2 വരാലിനെ പിടിച്ച് ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പോരുമ്പോഴേ പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അതിനെ ഫ്രൈ ചെയ്യണം. അങ്ങനെ പിന്നെ ഞാനത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനെ ചെത്തിയെടുത്ത് നന്നായിട്ട് കുറച്ച് സമയം വേണം അതിനിങ്ങനെ ചെത്തിയെടുത്തു. ഇത് നമ്മുടെ പുറകിലത്തെ തോട്ടിൽ നിന്ന് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി പിടിച്ചിട്ട് ഇങ്ങനെ ടാങ്കിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വരാൽ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കിടക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തീറ്റയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ അവൻ മുറിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുറിച്ചില്ല, ജസ്റ്റ് ഒന്ന് വരഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പാനിൽ ഞാൻ അങ്ങനെ വെച്ച് അങ്ങനെ ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട്. പക്ഷേ പാൻ ഇച്ചിരി ചെറുതായിരുന്നുകൊണ്ട് ഫ്രൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് തല ഇച്ചിരി പൊടിഞ്ഞു പോയി, കാരണം അത്രയും നീളം പറ്റുന്നില്ല. അങ്ങനെ 2 പേർക്കും കൊടുത്തു. ഇപ്പം ഞാൻ പിടിച്ച മീനായതുകൊണ്ട് അതിന് ഭയങ്കര ടേസ്റ്റാണെന്നുള്ള കമൻറ്റൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ 2 ആളും കൂടെ അത് ടേസ്റ്റ് ചെയ്യാണ്. നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.